ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാസ് പവർഫുൾ കിച്ചൺ. ഇന്ന് കിച്ചണിൽ നമ്മൾ എഗ്ഗ് ഊത്തപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഊത്തപ്പത്തിന് നമ്മളെപ്പോഴും ആ ദോശമാവിൽ തന്നെയാണ് തയ്യാറാക്കാറ്. അപ്പോൾ ഒരു വിധം പുളിച്ചിട്ടുള്ള നമ്മുടെ ദോശമാവ്, അതുപോലെ എല്ലാ വെജിറ്റബിൾസും ഇതിനായിട്ട് എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു സവാള, തക്കാളി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില ഇവയെല്ലാം ചെറുതായി അരിഞ്ഞു വെച്ചു. ഉപ്പ്, കുരുമുളക് ഇതെല്ലാം മാറ്റി വെച്ചു. അപ്പോൾ നമ്മൾക്ക് എഗ്ഗിൻ്റെ ഊത്തപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എഗ്ഗ് നമുക്ക് ഒരു 2 എണ്ണം വേണം. നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഉപ്പും കുരുമുളകും മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നീട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും അതിലേക്ക് ആഡ് ചെയ്ത് എഗ്ഗും ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു മിക്സ് അവിടെ തയ്യാറാക്കി വെക്കുക. അതുപോലെ ഒരു ഓവർനൈറ്റ് വെച്ചിട്ടുള്ള നമ്മളുടെ ദോശമാവ് നന്നായി പൊങ്ങി വന്നിട്ടുള്ള ദോശമാവ് മാറ്റി വയ്ക്കുക. അപ്പോൾ അതെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദോശമാവ് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഊത്തപ്പം. അപ്പോൾ ഇത് എഗ്ഗ് വെച്ചിട്ടാവുമ്പോൾ അതും ഈസി തന്നെയാണ്. അപ്പോൾ എഗ്ഗ് നമ്മളിവിടെ മാറ്റി വയ്ക്കുക, നന്നായിട്ട് അടിച്ച് വയ്ക്കുക. ഇനി കണ്ടല്ലോ, മല്ലിയില ചെറുതായി അരിഞ്ഞതുണ്ട്, അതുപോലെ നമ്മുടെ സവാള, പച്ചമുളക്, എരിവ് എത്രയാണ് നമ്മൾ കുരുമുളക് പൊടി എടുക്കുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ചുള്ള പച്ചമുളക് എടുത്താൽ മതി. ഞാനിവിടെ ഒരു 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കുറേശ്ശെയായിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള കുറച്ച് നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. അതിന് കോഴിമുട്ടയും ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്യല്ല, നമ്മളുടെ ഹാൻഡ് വിസ്ക് വെച്ച് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ സമയം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചു, ദോശക്കല്ല് അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒന്ന് എണ്ണ തടവുക. എണ്ണയോ വെളിച്ചെണ്ണയോ എന്താ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് വെച്ചാൽ അതുപോലെ ചെയ്യുക. എണ്ണ തടവണം എന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലും കുറച്ചൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി നമ്മൾ എണ്ണ തടവി കൊടുക്കുക. അപ്പോൾ എന്നും ദോശ കഴിക്കുമ്പോൾ ഒരു മടുപ്പ് വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒരു വെറൈറ്റി എന്താ പറയുക ഊത്തപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ അല്ലാതെ പരത്തരുത് കേട്ടോ, കൂടുതൽ ദോശ പരത്തുന്ന പോലെ കൂടുതൽ പരത്തരുത്. അത്യാവശ്യം ചെറിയൊരു വട്ടത്തിൽ തന്നെ മതി. എന്നതിന് ശേഷം നമ്മൾ നെയ്യ് തടവി കൊടുക്കുക. നെയ്യോ ബട്ടറോ എന്താ നമുക്കുള്ളത്, ഓയിലായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ എന്താ നമ്മുടെ കയ്യിലുള്ളത് വെച്ചാൽ അതായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ നെയ്യാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ എഗ്ഗിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് നിരത്തി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ വെജിറ്റബിൾസും എല്ലാം ഒരുപോലെ കിട്ടണം കേട്ടോ, എങ്കിലേ നമുക്ക് ആ ഒരു ടേസ്റ്റിൽ നമ്മുടെ ഊത്തപ്പം കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഇതിനോടൊപ്പം അമർന്നിരിക്കുന്ന രീതിയിൽ നമ്മളൊന്ന് തവി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല പ്രസ് ചെയ്യണ്ട, ചെറിയ രീതിയിൽ. ഇല്ലെങ്കിൽ നമ്മൾ മറിച്ചിടുന്ന സമയത്ത് അതിൽ നിന്ന് വെജിറ്റബിൾസ് എല്ലാം പുറത്തേക്ക് പോകും. അപ്പോൾ ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒന്ന് വേണമെങ്കിൽ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ചിരുന്നത് കുറച്ച് നമ്മളെടുത്ത് മുട്ടയുടെ കൂടെ ഒന്ന് ചേർത്ത് വെച്ചു, മിക്സ് ചെയ്തെടുത്തു. ബാക്കിയുള്ളത് ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതുപോലെ നമ്മൾ ഒരു തവി വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. വല്ലാതെ അമർത്താനൊന്നും വേണ്ട. ആ വെജിറ്റബിൾസ് ഒന്ന് മറിച്ചിടുമ്പോൾ പുറത്തേക്ക് പോവാതിരിക്കാനുള്ള രീതിയിൽ ചെയ്യുക. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. കുറച്ചും കൂടെ നെയ്യ് നമ്മളൊന്ന് മേലെ തൂവി കൊടുക്കുക. ഇനി ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ ഒന്നാണ് മറിച്ചിടുക. മറിച്ചിട്ടതിന് ശേഷം ആ ഒരു ഭാഗം ഒന്ന് ആയി കിട്ടേണ്ടതുണ്ട്. കോഴിമുട്ടയും അതുപോലെ വെജിറ്റബിൾസൊക്കെ ഒന്ന് ആവേണ്ടതുണ്ട്. അങ്ങനെ നമ്മളുടെ ഒന്നാമത്തെ ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. ദോശ ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല. ആ രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന, കുട്ടികളൊക്കെ ദോശ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികളുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെയൊക്കെ ചെയ്തു കൊടുത്താൽ അവർ പെട്ടെന്ന് കഴിച്ചോളും. അപ്പോൾ വേറെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഇതന്നെ മതി, വേറെ ചട്നി അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. അടുത്തതും മാവ് ഉപയോഗിച്ച് ഇതുപോലെ നമ്മൾ ചുട്ടെടുക്കുക. ബാക്കിയുള്ള മാവ് ഇതുപോലെ നമ്മൾ ചുട്ടെടുക്കുക. എത്രയാണോ വേണ്ടത് അത്രയും നമ്മൾ അതിനനുസരിച്ചുള്ള കോഴിമുട്ട എടുത്തോളണം കേട്ടോ, എങ്കിലേ നമുക്കത് തികയുള്ളൂ.
എന്നതിന് ശേഷം നമ്മൾ നെയ്യ് തൂവി കൊടുത്തു. മാവെല്ലാം ചട്ടിയിൽ പാർന്നതിന് ശേഷം നെയ്യൊന്ന് തടവി പിന്നെ നമ്മളുടെ കോഴിമുട്ടയുടെ മിക്സ് എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുക്കുക. ഇനി മേലെ വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി വെജിറ്റബിൾസ് എല്ലാം ഒന്ന് അമർന്നിരിക്കാൻ വേണ്ടി ഒന്ന് തവി കൊണ്ടൊന്ന് ചെറുതായി ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഗാർണിഷ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന വെജിറ്റബിൾസ് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്താൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള കളറ് കിട്ടും നമുക്ക്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടെ ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. കുറച്ച് ഓയിൽ വേണമെങ്കിൽ ഒന്ന് തടവാം. ഇനി ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇനി ആ ഭാഗം കൂടെ ഒന്ന് ആയി കിട്ടണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന, രാവിലെ വൈകിട്ടൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന എഗ്ഗ് ഊത്തപ്പം ഇവിടെ റെഡിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ